ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരത്ത് തൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ വന്ന് കണ്ടതായി ഇ.പി. ജയരാജൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇത് മുഖവിലക്കെടുക്കാനാവുമോ? അല്ല, ഒരിക്കലും അത് എടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇ.പി. ജയരാജൻ പറയുന്നത് കല്ലുവെച്ച നുണയാണെന്ന് പറയാൻ മാത്രമുള്ള ഗൗരവം അതിനില്ല. കാരണം അയാളുടെ മുഖം വളരെ കൃത്യമായി റിവീൽ ചെയ്യുന്നുണ്ട്. അയാൾ പറയുന്നത് നുണയാണ് എന്ന്. അത്രമാത്രം ദുർബലമായ രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് പോലും. പറഞ്ഞിരിക്കുന്ന ഏറ്റവും വിചിത്രമായ ഒരു സംഭവം എന്താ പറഞ്ഞാൽ, അവർ വഴിയെ അത് പോകുന്ന സമയത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ പിന്നെ ഞാനിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ കയറി വന്നു. നമ്മൾ തിരിച്ചാലോചിക്കേണ്ട സാധനം, നമ്മളൊരു ഗ്രാമീണ നാട്ടുമ്പുറങ്ങളിലെല്ലാം പഴയകാലത്ത് ഈ പിന്നെ വയൽവരമ്പിലൂടെയും പിന്നെ അതേപോലെ പാടങ്ങളത്തിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്നു പോകുന്ന ആളുകൾ നടന്നു പോകുമ്പോൾ അതിനടുത്ത് ഇന്നൊരാളുടെ വീടുണ്ട് എന്ന് അറിഞ്ഞാൽ ആ വീട്ടിൽ കയറുക എന്ന് പറയുന്ന ഒരു നാട്ടുമര്യാദയുണ്ട്. ഈ നാട്ടുമര്യാദയെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് ഇ.പി. ജയരാജനെ പോലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ, സർവോപരി CPIM-ന്റെ പരമോന്നത ബോഡിയായിരിക്കുന്ന പിന്നെ സെൻട്രൽ കമ്മിറ്റി അംഗം, അയാളൊക്കെ സ്വന്തം ഈ പറയുന്ന ഈ ചതിയെ അല്ലെങ്കിൽ ഈ വഞ്ചനയെ അയാൾ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ശുദ്ധ വിവരക്കേടും അസംബന്ധവുമാണ്. പിന്നെ അതിനകത്ത് വരുന്നൊരു വിഷയം എന്താണെന്ന് അയാൾ ഇത് പറയാൻ നിർബന്ധിക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്നൊരു മറുചോദ്യം അതിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം അത് പറയാൻ അയാൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആ പറയുന്നത് പോലും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആ പാർട്ടിക്കകത്തുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥ. അതുകൊണ്ട് തന്നെ ശരിക്കും അതെന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ 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 ബോഷ്കായ ഒരു പ്രസ്താവന മാത്രമാണ്. പക്ഷെ അതിനേക്കാൾ ഗംഭീരമായ ഒരു നുണയാണ്, കല്ലുവെച്ച നുണയാണ് CPIM-ന്റെ പിന്നെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന മിസ്റ്റർ വിജയൻ പറഞ്ഞത്. വിജയൻ അതിന് നൽകിയിരിക്കുന്ന ഒരു വളരെ വിചിത്രമായ വിശദീകരണമാണ്. അത് പിന്നെ നോട്ടപ്പെശക് കൊണ്ട് സംഭവിച്ചതാണ്. നോട്ടപ്പെശകിനകത്ത് വന്നിരിക്കുന്ന ചെറിയ പെശക് സംഭവിച്ചു എന്നാണ്. അതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. ദല്ലാൾ ആയിരിക്കുന്ന നന്ദകുമാറിനെ കൂട്ടാതെ നിങ്ങൾ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഇത് പുറം ലോകം അറിയില്ലായിരുന്നു എന്നാണ് അതിനർത്ഥം. സത്യത്തിൽ അതെന്താണെന്ന് പറഞ്ഞാൽ, ഒരു വ്യവഹാരം നടത്തുമ്പോൾ അതിനകത്ത് വരുന്നൊരു ദല്ലാൾക്ക് കമ്മീഷൻ കൊടുക്കണം. ആ കമ്മീഷൻ ഒഴിവാക്കി നിങ്ങൾ ഡയറക്റ്റായി സംസാരിച്ചിരുന്നെങ്കിൽ ഈ കമ്മീഷൻ തുകയെങ്കിലും നമുക്ക് ലാഭം കിട്ടുമായി, കമ്മീഷൻ തുകയും കൂടി നമുക്ക് ലാഭം കിട്ടില്ലേ എന്ന് പറയാവുന്ന താനി അലമ്പ് വൃത്തികെട്ട കച്ചവടക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നടത്തിയത്. മൂന്നാമത്തെ ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന വിഷയം, CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന അതിൻ്റെ പിന്നെ സംഘടനാതലത്തിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരിക്കലും പോളിറ്റ് ബ്യൂറോ അല്ല, മറിച്ച് സെൻട്രൽ കമ്മിറ്റിയാണ് അതിൻ്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മിറ്റി. തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ബോഡി അതാണ്. ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിക്കകത്തെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിരിക്കുന്ന അംഗമാണ് ഈ പറയുന്ന ഇ.പി. ജയരാജൻ. ആ ജയരാജനാണ് അഖിലേന്ത്യാ തലത്തിൽ പ്രതിപക്ഷങ്ങൾ രൂപം നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അതിനകത്ത് പങ്കാളി കൂടിയായിട്ടുള്ള, അർദ്ധവാദിയിൽ പങ്കാളിയായിട്ടുള്ള ഇന്ത്യ മുന്നണിക്കകത്തെ ഒരു പ്രധാന പാർട്ടിയാണല്ലോ ശരിക്കും CPIM. അതിൻ്റെ നയരൂപീകരണ സമിതിക്കകത്ത് പോലും അംഗമാവേണ്ടിയിരിക്കുന്ന ഒരാൾ അതിൻ്റെ രാഷ്ട്രീയമായ അന്തസത്തയെ പൊളിക്കുന്ന പ്രക്രിയക്ക് ലീഡർഷിപ്പ് കൊടുത്തത് ആരുടെ മൗനാനുവാദത്തോടു കൂടി എന്നതാണ് ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനകത്താണ് CPIM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ പിന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പറും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മിസ്റ്റർ വിജയൻ ഇതിനകത്ത് പ്രൈമാ ഫേഴ്സി കുറ്റവാളിയാവുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ കമ്മിറ്റി ഈ പറയുന്ന വിജയനെയും സിൽബന്ദികളുടെയും മേലെ നടപടിയെടുക്കണമെന്ന് സെൻട്രൽ കമ്മിറ്റി ശുപാർശ ചെയ്യേണ്ടതാണ്.